ഞങ്ങൾ 3 പേരും കൂടെ ഈ നട്ടക്കാട്ട് ഉച്ചയ്ക്ക് ഐസ്ക്രീം വാങ്ങാൻ പോവുക. ഐസ്ക്രീം കിട്ടുമോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയാൻ. കാരണം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, കരച്ചിലും ബഹളമൊക്കെ ആയി. ഐസ്ക്രീമിന് ചെന്ന് ഉദ്ദേശിച്ചത് അവിടെ ഇല്ലാണ്ട് പിന്നെ ഒരു കുഞ്ഞ് ഐസ്ക്രീമുമായിട്ട് വന്നിട്ട് പിന്നെ വിച്ചൂടൻ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ വാങ്ങാൻ പോവുകയാണ്. കിട്ടുമോ ഇല്ലേ എന്നൊക്കെ കണ്ടറിയാം. എന്തോ വേണ്ട ഇങ്ങോട്ട് പോരാ. ഇത് വിച്ചൂട്ടൻ്റെ പ്ലാന്റ് ഇന്ന് നമ്മളെ FM റേഡിയോക്കാർ വിളിച്ചു, സർവക്ഷേത്ര. ഈ പ്ലാന്റ് എന്തേരെയായെന്നുള്ള 6 മാസമായപ്പോൾ നമ്മളൊരു ഫോട്ടോ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് അവർ വിളിച്ചു ഇതെന്തേരെയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളതിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ അവരെന്താ വാട്സപ്പ് വല്ലതും ചെയ്യുമോ നമ്മളെ വിളിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പോകാം. അയ്യേ, അവിടെ ഇരുന്ന് കഴിച്ചാലേ ഇവിടെ കൊണ്ടുവന്നിട്ട് TV ഒക്കെ കണ്ടുകൊണ്ട് ലാമീനെ ലുവായിനെയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കുന്നല്ലോ നല്ലത്. ഓക്കെ. ഒന്ന് പാടിക്കേ, പാട്. നിർത്തിയോ? ഒന്ന് പാടിക്കേ. അയ്യോ, ഇപ്പൊ വീണേ. കുഞ്ഞി പൂമ്പാറ്റ ഒന്ന് പാടിക്കേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഞങ്ങൾ വന്നു, നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. ഇവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് വന്ന ഞങ്ങൾ ഉദ്ദേശിച്ച ഐസ്ക്രീം ഇന്നും ഇല്ല, അവരത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഷെയ്ക്ക് കുടിക്കാമെന്നുള്ളൊരു പ്ലാനിൽ എന്തായാലും 2 പേരും വീണു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്കൊക്കെ കുടിക്കുന്നതുകൊണ്ട് ഷെയ്ക്കിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ സീറ്റുകൾ മാറി മാറി ഇരിക്കുവാണ്. ഒരു കുഞ്ഞു പ്രാണി വന്നപ്പോൾ അത് ഈച്ചയാണെന്ന് വിചാരിച്ച് വിച്ചൂട്ടൻ സീറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിച്ചൂട്ടനും ദേവൂട്ടനും ചോക്ലേറ്റ് ഷേക്കാണ് പറഞ്ഞത്. 2 പേർക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ബ്രൗണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനൊരു പിസ്ത ഷേക്കാണ് പറഞ്ഞത്. എൻ്റെ പിസ്ത ഷേക്ക് വരുന്നതിന് മുന്നേ തന്നെ 2 പേരും എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. അമ്മയെ നോക്കിക്കെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഷേക്ക് വന്നു. നല്ല ചൂട് സമയത്ത് നല്ല തണുത്ത സാധനം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു സുഖം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല വെയിലത്താണ് വന്ന് അതൊക്കെ കുടിച്ചു. ശരിക്കും വയറൊക്കെ നിറഞ്ഞു. ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഈ പറമ്പിൽ ഇങ്ങനെ കുറേ കുഴിയുണ്ട്. വെള്ളം നിറയെ ഇങ്ങനെ മഴയുള്ള ടൈമിൽ വെള്ളം കുറേ കെട്ടിക്കിടക്കുന്ന കാണാം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോന്നപ്പോൾ ദേവുടന് ഭയങ്കര ക്ഷീണമായി. എന്നെ വീട് വരെ എടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.